ഓക്കെ, അപ്പോൾ നമ്മളുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കൊന്ന് ജേണലൈസ് ചെയ്ത് നോക്കാം. മൂൺ ലിമിറ്റഡിൻ്റെ ബുക്സിലുള്ള അക്കൗണ്ട്സ് ജേണൽ എൻട്രീസ് ആണ് നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് വർക്കിംഗ് നോട്ട് നോക്കുക. നമുക്ക് റിഡീം ചെയ്യാനുള്ളത് 2500 പ്രിഫറൻസ് ഷെയർസാണ് 40 രൂപ വരുന്നത്. അങ്ങനെ മൊത്തം 1 ലക്ഷത്തിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 1 ലക്ഷമാണ് നമുക്ക് റിഡീം ചെയ്യാനുള്ളത്. അത് തന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം താഴെ പറയുന്നുണ്ട് 10% പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നത്. അത് യൂട്ടിലൈസ് ചെയ്യുന്ന നമ്മൾ പ്രോഫിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ പ്രീമിയത്തിനാണ് നമ്മൾ 1 ലക്ഷം പ്രിഫറൻസ് ഷെയർസ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രീമിയം അടക്കം 1,10,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നാണ് പ്രിഫറൻസ് റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിൻ്റെ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂവിന് തുല്യമായ ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ നിന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ജേണൽ എൻട്രി കൊടുക്കാം. അപ്പോൾ നോക്കുക, ഫസ്റ്റ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കുക സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ സർപ്ലസിൽ 1 lakh എമൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പോൾ 1 lakh ആണ് നമുക്ക് റിഡീം ചെയ്യാനുള്ള ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് സർപ്ലസ് നിന്ന് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ദ എമൗണ്ട് ഈക്വൽ ടു ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ടു ബി റിഡീംഡ് ട്രാൻസ്ഫേർഡ് ഫ്രം P&L അക്കൗണ്ട് ടു CRR അക്കൗണ്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു 10,000 ഒരു 10% പ്രീമിയത്തിനാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു 10,000 ഏതിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, പ്രീമിയം ഓൺ റിഡംഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യനകത്ത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഒരു 15,000 പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സഫീഷ്യൻറ്റ് എമൗണ്ട് എന്തിനകത്തുണ്ട്, ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ പ്രീമിയത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള 10,000 പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് എൻട്രി വരിക, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് 10,000 റിഡംഷൻ പ്രീമിയം പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 റിസർവിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് റിഡംഷനാണ്. റിഡംഷൻ എങ്ങനെയാണ്, നമുക്ക് ആദ്യം തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കാം. അതിനുശേഷം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന എൻട്രി എത്രയാണ്, 6% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണോ നോമിനൽ വാല്യൂ 1 lakh, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 10,000. മൊത്തം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് എത്രയാണ്, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ദാറ്റ് ഈസ് 1,10,000 എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രീമിയം ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഞാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന എൻട്രിയാണ്. പേയ്മെൻറ്റ് മെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് ഈസ് 1,10,000. അപ്പോൾ നമ്മൾ മൊത്തം എത്രയാണ്, 1,10,000 rupees പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ ആണോ? ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്, നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് റീഡ്രാഫ്റ്റ് ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്നത്തെയാണ് 31/3/2020 ബാലൻസ് ഷീറ്റാണ് തന്നത്. 2020 മാർച്ചിലുള്ള ബാലൻസ് ഷീറ്റാണ് തന്നത്. അപ്പോൾ നമ്മൾ റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ്, 1 April 2020. അതായത് പ്രിപ്പയർ ചെയ്തതിൻ്റെ അടുത്ത ദിവസമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിഡംഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, അപ്പം നമ്മൾ April 1 റിഡംഷൻ കണ്ടക്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ എഫക്റ്റ് ആയിരിക്കും ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിനകത്ത് നമുക്കിപ്പോൾ ഉള്ളത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 1 lakh. ഓക്കെ, അപ്പോൾ നമ്മളിത് റെഡീം ചെയ്ത് കഴിഞ്ഞില്ലേ, നമ്മൾ ആർക്ക് കൊടുത്തു കഴിഞ്ഞു, നമ്മളുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ കൊടുത്ത ആ ഒരു പ്രിഫറൻസ് ഷെയർ എന്നുള്ളൊരു ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു, റെഡീം ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റിൽ ഈ ഒരു ഐറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 1 lakh കുറഞ്ഞു. ഓക്കെ, ദെൻ ഇനി എന്താണ് എഫക്റ്റ് നോക്കുക, നമ്മൾ
ഈ പറഞ്ഞിട്ടുള്ള 1,00,000 റുപ്പീസിൽ നിന്ന്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നല്ലേ എന്ത് കൊടുത്തിട്ടുള്ളത്, CRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് എന്ന എമൗണ്ട് 1,00,000 എന്താവും, അവിടുന്ന് ഇല്ലാതെയാവും. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താ എഫക്റ്റ്? അഡീഷണൽ ആയിട്ടൊരു റിസർവ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഏതാണ്? 1,00,000 വാല്യൂ വരുന്ന ഒരു CRR അക്കൗണ്ട് കൂടി നമ്മളുടെ റിസർവ്സിനകത്ത് വരും. ഓക്കെ, ഒരു ക്യാപിറ്റൽ റിസർവ് അവിടെ ക്രിയേറ്റ് ചെയ്യും 1,00,000-ൻ്റെ. പിന്നെന്താ ഒരു എഫക്റ്റ് വരുന്നത് നോക്കുക. നമ്മൾ ബാങ്ക് അക്കൗണ്ട് കാണിച്ചിട്ടില്ലേ ഇല്ലേ? ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ശരിക്കും എത്ര എമൗണ്ട് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്ത് എത്രയാണ്? എന്താ ജേർണൽ എൻട്രി കൊടുത്തിരുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അപ്പം ബാങ്കിൽ നിന്നും 1,10,000 എമൗണ്ട് മൈനസ് ആയിട്ടുണ്ടാവില്ലേ? അപ്പം ക്യാഷ് അറ്റ് ബാങ്കിൽ ഈ 2,00,000 ഉണ്ടാവുമോ? ഇല്ല. ഈ 2,00,000 നിന്നാണ് നമ്മൾ 1,10,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടാവുക. ഇനി ശരിക്കും അവിടെ എത്രയേ ഉള്ളൂ? 1,10,000 കഴിച്ചിട്ട് ബാക്കി 90,000, അതായത് 90,000 നമ്മളുടെ ബാങ്കിൽ ഇനി ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ വരാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്നുവെച്ചാൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് ആ നോട്ട്സ് ടു അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ എന്തിലേക്ക് മാറ്റിയാൽ മതി? ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക നോട്ട്സ് ടു അക്കൗണ്ട്. ശരിയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പറയാൻ വിട്ടുപോയി. കാരണം നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 15,000 ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ 10,000 പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് മാറ്റിയില്ലേ? അപ്പോൾ അതിൽ നിന്നൊരു 10,000 കുറയും കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നോട്ട്സ് ടു അക്കൗണ്ട് എഴുതി നോട്ട് നമ്പർ, ദെൻ പർട്ടിക്കുലേഴ്സ്, ഒരു ഇന്നർ എമൗണ്ട് കോളും ഔട്ടർ എമൗണ്ട് കോളും എന്ന് വെച്ചാൽ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ട് ചെയ്യാനുള്ള ഒരു എമൗണ്ട് കോളും പിന്നെ കറക്റ്റ് എമൗണ്ട് മെൻഷൻ ചെയ്യാനുള്ള. അപ്പോൾ ഈ എമൗണ്ടുകളാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി എഴുതുക കേട്ടോ. അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട് എന്നുള്ള ഈ നമ്പർ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അങ്ങനെയാണ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡാറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോട്ടിൽ നമ്മൾ ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓൾറെഡി എന്താണ്, നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6,00,000 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1,00,000. അപ്പോൾ ഇനിയിപ്പോൾ ആ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞു, മുഴുവനായിട്ട് നമ്മൾ റെഡീം ചെയ്തു അല്ലേ? അപ്പോൾ ഇനി എന്തേ ഉള്ളൂ? ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച് ഫുള്ളി പെയ്ഡ്, ദാറ്റ് ഈസ് 6,00,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ല. പ്രിഫറൻസ് ഷെയർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ഈ 6,00,000 മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ റീറ്റേൺ ഏർണിങ്സിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ക്യാപിറ്റൽ റിസർവ് ഓൾറെഡി നമുക്ക് 10,000 തന്നെയാണ് തന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് 15,000 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് റിഡംഷൻ കണ്ടക്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? അതിൽ നിന്ന് ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് 10,000 പ്രീമിയം ഓൺ റിഡംഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ കൊടുക്കുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന്. അപ്പോൾ അവിടെ 10,000 കഴിച്ച് ബാക്കി ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം എത്രയേ ഉള്ളൂ? 5,000 ഉള്ളൂ. പിന്നെ ഒരു പുതിയൊരു റിസർവ് ക്രിയേറ്റ് ചെയ്തില്ലേ? CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മളുടെ റെഡീം ചെയ്ത എമൗണ്ടിന്, അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ നോമിനൽ വാല്യൂവിന് തുല്യമായ എമൗണ്ട് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് 1,00,000 നമ്മൾ അഡീഷനായിട്ട് റീറ്റേൺഡ് ഏർണിങ്സ് ഓർ സർപ്ലസിലേക്ക് വന്നിട്ടുണ്ട്. ഈ റീറ്റേൺഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സർപ്ലസ് അല്ലെങ്കിൽ റിസർവ് എന്നൊക്കെ പറയാം. ഓക്കെ, അതിന് മൊത്തമായിട്ട് പറയുന്നതാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ് 25,000. ജനറൽ റിസർവും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ് 50,000. ഇതിൽ എന്താണ് ഒരു ഐറ്റം സ്കിപ്പ് ചെയ്ത് പോയത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് 1,00,000 ഉണ്ടായിരുന്നു. അത് ഒഴിവായിട്ട് പകരം നമ്മൾ എന്ത് ചെയ്തു? CRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇപ്പം 1,00,000 ഉള്ളത് കൊണ്ടാണ്, 1,00,000 അല്ല, ഇപ്പോൾ ഒരു 50,000 ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുക എമൗണ്ട് എവിടെ നിന്നായിരുന്നു? ജനറൽ റിസർവിൽ നിന്ന്. അപ്പോൾ ഈ 50,000 കൂടി പോകുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് സഫിഷ്യൻ്റ് എമൗണ്ട് എവിടെ ഉണ്ട്? നമ്മളുടെ CRR, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് മാത്രം പ്രൊവൈഡ് ചെയ്തു. ജനറൽ റിസർവ് എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത്
ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ഇപ്പം നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബാലൻസ് ഷീറ്റിൽ 2 ലാക്കാണ് നമ്മുടെ ക്യാഷ് അറ്റ് ബാങ്കിൽ എത്ര ഉണ്ടായിരുന്നു? 2 ലാക്ക് എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തു? പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തു അല്ലെ, അവരുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തു. എത്രയാണ്? പ്രീമിയം അടക്കം 1,10,000 രൂപ. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഒരു ക്രെഡിറ്റ് എൻട്രി ആണ് അല്ലേ, ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ എമൗണ്ട് അവിടെ ക്യാഷ് ബാലൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എത്രയും നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഉള്ളൂ? 90,000. 2 ലക്ഷം ഉള്ളതെന്നാണ് 1,10,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അസറ്റ് സൈഡിൽ 90,000 ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ആസ് ഓൺ 1st April 2020. നിങ്ങൾ പെർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക. നോട്ട്സ് ടു അക്കൗണ്ട്, നമ്മൾ ആ നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഈ നമ്പർ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. ഓക്കെ. ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി, അതിൽ ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 6 ലാക്ക്. ദെൻ അതർ ഏർണിങ്സ് എത്രയാണ്? നമ്മൾ നോട്ട്സ് 2 നോക്കിയാൽ അറിയാം. അതായത് ഇവിടെ നോട്ട്സ് 2ൽ നമ്മൾ കണ്ടോ അതർ ഇക്വിറ്റി കാൽക്കുലേഷൻ വന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് എമൗണ്ട് ഉള്ളത്? 1,90,000. അതാണ് ഇവിടെ എമൗണ്ട് നേരിട്ട് കാണിച്ചതാണ്. നോട്ട്സ് 2ൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 1,90,000 എങ്ങനെയാണ് വന്നത് എന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ. ദെൻ നോൺ കറൻറ്റ് ലാബിലിറ്റീസ് ക്വസ്റ്റ്യനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, സെയിം തന്നെയാണ്. അതിനൊന്നും ഒരു എഫക്റ്റും വന്നിട്ടില്ല. കറൻറ്റ് ലാബിലിറ്റീസ് എത്ര തന്നെയാണ്? 1 ലാക്ക് തന്നെ. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി എത്രയാണ്? 8,90,000. ഓക്കെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് അസറ്റ് സൈഡാണ്. അതിൽ നോൺ കറൻറ്റ് അസറ്റിന് മാറ്റമൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ തന്ന സെയിം തന്നെ 8 ലാക്ക്. എവിടെയാണ് മാറ്റം വരുന്നത്? കറൻറ്റ് അസറ്റ്സ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസിൽ മാറ്റം വന്നു. എത്രയാണ്? 90,000 ഉള്ളൂ. അത് നോട്ട്സ് 3 നോക്കിയാൽ അറിയാം. നോട്ട്സ് 3 നോക്കുക. എന്താണ് നോട്ട് 3ൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ്? 2 ലാക്കായിരുന്നു, അതിൽ 1,10,000 മൈനസ് ചെയ്ത് 90,000 ഉള്ളൂ. അതാണ് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നോട്ട്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. 3 ആണ് 90,000 എമൗണ്ട് വരുന്നത്. ടോട്ടൽ എത്രയാണ്? 8 ലാക്ക് പ്ലസ് 90,000, ദാറ്റ് ഈസ് 8,90,000. അപ്പോൾ നമ്മളുടെ ലാബിലിറ്റി സൈഡ് 8,90,000 ആണ്, അസറ്റ് സൈഡും ടോട്ടൽ 8,90,000. അപ്പോൾ ഓൾറെഡി നമ്മളുടെ അസറ്റ് ആൻഡ് ലാബിലിറ്റി ടോട്ടൽ 10 ലാക്ക് ആയിരുന്നു. അതെന്താണ്? 8,90,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ തിരിച്ചു കൊടുത്ത സമയത്ത് നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ള അക്കൗണ്ട്സിൽ വന്നിട്ടുള്ള എഫക്റ്റാണത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഒരു റിഡംഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് എങ്ങനത്തെയാണ്? റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർ ആൻഡ് പ്രോഫിറ്റ്സ്, പുതിയ ഷെയറും ഇഷ്യൂ ചെയ്യുക, പ്രോഫിറ്റും, അതായത് കോമ്പിനേഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പ്രോഫിറ്റാണ്. ഒരു പാർട്ട് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യും, ഒരു പാർട്ട്, അതായത് മൊത്തം നമ്മൾ 1 ലാക്കാണ് നമുക്ക് റെഡീം ചെയ്യാനുള്ളതെങ്കിൽ, 1 ലാക്കാണ് റെഡീം ചെയ്യാനുള്ളതെങ്കിൽ അതിൽ 50,000 നമ്മൾ എന്ത് ചെയ്യുക? പുതിയ ഇഷ്യൂ കണ്ടക്ട് ചെയ്യുക. 50,000 നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. അങ്ങനെ നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പ്രോഫിറ്റ് അതുപോലെ തന്നെ ഫ്രഷ് ഇഷ്യൂയും കൂടി കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷനാണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പോർഷൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം.